എൻ്റെ പേര് ജഗൻ പാത്രമംഗലം എന്നുള്ളതാണ്. 2023 ഷാർജ ബുക്ക് ഫെയറിലാണ് സാഹിത്യ രംഗത്തേക്ക് എൻ്റെ ആദ്യത്തെ പ്രവേശനം ഉണ്ടാകുന്നത്. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഗൗരി സാർഗം എന്ന ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ എൻ്റെ സാഹിത്യ രംഗത്തിലുള്ള രചനകളും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു രീതിയിലൂടെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നതായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇറങ്ങിയ സ്മൃതിയാനം എന്ന രണ്ടാമത്തെ നോവല് മലയാള സാഹിത്യത്തിൽ തന്നെ എനിക്ക് ആദ്യം ഇറക്കാൻ അവസരമുണ്ടായത്. എന്നെ സഹായിച്ച പ്രധാനമുള്ള വ്യക്തികളൊക്കെയാണ് അഷ്റഫുക്ക, പിന്നെ 2-3 ആൾക്കാരുണ്ട്, അവരൊക്കെ ചെയ്തിരുന്നു. ഈ പ്രകാശനത്തിന് സംസാരിച്ചപ്പോൾ ഡോക്ടർ ജോൺ ജോഫിയായിട്ട് സംസാരിച്ചിരുന്നു. ജോൺ ജോഫി സാറിന്റെ സഹായത്തോടെ അശോകൻ തെരുവിൽ സാറും MN വിനയകുമാർ സാറും ഇത് സ്വീകരിക്കാം അശോകൻ തെരുവിൽ സാർ പുസ്തകം പ്രകാശനം ചെയ്യാമെന്നും വിനയകുമാർ സാർ അത് സ്വീകരിക്കാമെന്നും പറഞ്ഞു. ഈ പ്രസ് കോൺഫറൻസിൽ സ്വാഗതം പറയുന്നത് ആനന്ദൻ ആന്റിയാണ്. നന്ദി പ്രകാശിപ്പിക്കാൻ അഷ്റഫ് പാത്രമംഗലവും ഉണ്ടാവും. ഇത് സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ വൈകിട്ട് 4 മണിക്ക് 18 ഏപ്രിൽ 18 ശനിയാഴ്ച 4 മണിക്ക് ചങ്ങമ്പുഴ ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുമെന്നാണ് വിചാരിക്കുന്നത്. ആ സമയത്ത് മീഡിയയും വാർത്തകളും എല്ലാം അവിടെ വന്നിട്ട് ഇത് കവർ ചെയ്യുകയാണെങ്കിൽ സന്തോഷം. ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ള, ഇതിൽ കൊടുക്കാത്തൊരു കാര്യം, വേലൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത്. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അന്ന് മുഖ്യാതിഥിയായിട്ട് വരാമെന്ന് നാളേക്ക് പറഞ്ഞിട്ടുമുണ്ട്. ആനന്ദൻ എൻ ടി. ഞാൻ എന്റെ പുസ്തകമാണ് ജഗദീശൻ പാത്രമംഗലം. അഷ്റഫ് മുഹമ്മദ് ഉണ്ണി. അഷ്റഫ് പാത്രമംഗലം എന്ന് മതി. ഷാഹിൻ പാത്രമംഗലം. ഷാഹിൻ. പരമാവധി വന്ന് കവർ ചെയ്യാൻ ശ്രമിക്കും. ആനന്ദൻ എൻ ടി ഒരു 35 കൊല്ലമായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യായിരുന്നു ഡൽഹിയിൽ.